നമ്മളിപ്പോ ജോൺസൺ മാസ്റ്ററിന്റെ റൗണ്ട് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ജോൺസൺ മാസ്റ്റർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കേൾക്കുന്നതിന് മുന്നേ കേൾക്കുന്ന ഒരാളുണ്ട്. ഗസ് ചെയ്യാൻ പറ്റോ? ജോൺസേട്ടന്റെ വാമഭാഗം. ആ റൈറ്റ്. ആ പാതി പാതി. ബെറ്റർ ഹാഫ്. ബെറ്റർ ഹാഫ്. അത് തന്നെ വാമഭാഗം. നമ്മുടെ സ്വന്തം റാണി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് റാണി ആന്റിയെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? വിളിക്കട്ടെ? പിന്നെ റാണി ആന്റി, ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നതില്. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ. അതെ, ഇവിടെ ഇപ്പോ നമ്മുടെ ഇവിടെ ശരത് സാർ ഉണ്ട്, ശ്രീനിവാസൻ സാർ ഉണ്ട്, ഷാനിക്ക ഉണ്ട്, ഒത്തിരി പേരുണ്ട് ഇവിടെ. നമ്മുടെ കുട്ടികളുണ്ട്, ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ട് ആണ്. ഇപ്പൊ ജോൺസൺ മാസ്റ്ററിന്റെ പാട്ടുകളാണ് നമ്മുടെ കുട്ടികൾ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കണേ. ഇല്ല പാറു, ജോൺ ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ജോൺസേട്ടന്റെ എല്ലാ പാട്ടുകളും നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. എല്ലാ പാട്ടുകളും അങ്ങനെ കൊണ്ടുവന്ന് കേൾപ്പിക്കും അല്ലേ? അതെ, റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ എന്നെ കേൾപ്പിച്ചിട്ട് പിന്നെ അകത്തേക്ക് എടുക്കുള്ളൂ. കാറിലിട്ട് തന്നെ അങ്ങോട്ട് വിളിച്ചിരുത്തി കേൾപ്പിക്കും. പാട്ടെല്ലാം ആദ്യം കേൾക്കണത് ഞാനാണ് സ്റ്റുഡിയോ വന്നു കഴിഞ്ഞാല്. അപ്പൊ റാണിയായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയോ? വലിയതായിട്ട് അഭിപ്രായമൊന്നും പറയൂല. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ ആദ്യത്തെ ദിവസം കുറെ കഥകളൊക്കെ പറഞ്ഞു. ഇപ്പൊ ശരത് സാറും ശ്രീനിവാസൻ സാറൊക്കെ ഒത്തിരി കഥകൾ ജോൺസൺ മാസ്റ്ററിന്റെ ഇങ്ങനെ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് സാർ ശരിക്കും സാറിന്റെ എന്തെങ്കിലും കഥകൾ നമ്മുടെ അടുത്ത് ഒന്ന് റാണി ആന്റിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക ജോൺസൺ മാസ്റ്ററെ കുറിച്ചിട്ട്? പാറു, കഥയല്ല കേട്ടോ, സത്യമാണ്. അല്ല, കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് നമ്മളിവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് കാണും, ജോൺസണിനെ കുറിച്ചുള്ള കുറേ ഓർമ്മകൾ കാണും. ചേച്ചിക്ക് സുഖമാണോ? ശ്രീനിയാണ്. സുഖമാണ്. ഒരുപാട് നാളായി കണ്ടിട്ട്, ഒരുപാട് വർഷങ്ങളായി. അതെ, മാഷുള്ളപ്പോ മാഷിന്റെ കൂടെ വന്നപ്പോ കണ്ടിട്ടുള്ളതാ. അതെ, മാഷിന്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി എനിക്ക്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം. ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, പെണ്ണ് കാണാൻ വന്ന സമയത്ത് ആദ്യം അറിയില്ലായിരുന്നു ജോൺസൺ മാസ്റ്ററെ കുറിച്ചൊന്ന്. അതൊരു സത്യമാണ്. പെണ്ണ് കാണാനായിട്ട് അതെ, അത് രസമുള്ള കഥയാ. പെണ്ണ് കാണാൻ വരുമ്പോ പ്രേമഗീതങ്ങളുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ്, 100th ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. അപ്പം ചേട്ടൻ ആ മൂഡിലായിരുന്നു വന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് കാണുമ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ജോൺസൺ മ്യൂസിക് ഡയറക്ടറിനെ കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, യേശുദാസ്, ജാനകി, സുശീലാമ്മയൊക്കെ കേട്ടിട്ടുണ്ടോന്ന് പറഞ്ഞു. അപ്പം അത് ചേട്ടന് ഭയങ്കര മനക്കേടായി. അത് എപ്പോഴും പറയുമായിരുന്നു, അവളോടൊന്നും ചോദിക്കണ്ട. അപ്പം തീരുമാനിച്ചാണ് ഇനി ഇതിനെ കെട്ടിയിട്ടുള്ളൂ, വേറെ കാര്യം. കുറെ സന്തോഷം. കെട്ടിയിട്ട് എല്ലാ പാട്ടും കേൾപ്പിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. പിന്നീട് എപ്പോഴും പറയുമായിരുന്നു അല്ലേ? എപ്പോഴും പറയായിരുന്നു, എപ്പോഴും ഇന്റർവ്യൂ എന്തെങ്കിലുമൊക്കെ വരുമ്പോ പറയുമായിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ട്, എന്നാലും ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ? എനിക്ക് സ്വർണ്ണമുഖില എന്നുള്ള പാട്ട് ഇഷ്ടമാണ്. എന്റെ മൺവീണയിൽ ഇഷ്ടമാണ്. രാജഹംസമേ ഇഷ്ടമാണ്. അങ്ങനെ പറയുമ്പോഴേക്കും എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒത്തിരി പാട്ടുകൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, ശരത് സർ. എന്തോ ഇപ്പം ഞങ്ങൾക്ക് ജോൺസേട്ടനെ കാണുന്ന പോലാണ് ചേച്ചിയെ കാണുന്നത്. അപ്പം അത് ആ ഒരു ഫീലാണ് മനസ്സിലുള്ളത്. എത്ര പാട്ടുകൾ ഞങ്ങളിന്ന് ജോൺസേട്ടനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പാട്ടായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ റീ റെക്കോർഡിംഗ് ആണെങ്കിലും പിന്നെ ജോൺസേട്ടൻ്റെ സ്വഭാവവും സംസാരവും ആ തൃശ്ശൂർ ഭാഷ, അത് നല്ല രസമാണ്. ജോൺസേട്ടൻ്റെ അടുത്തുള്ള സംസാരം, അദ്ദേഹത്തിൻ്റെ തമിഴ് കേൾക്കാനും വളരെ രസമാണ്. തമിഴ് പറയത്തില്ല ജോൺസേട്ടൻ, പറയുന്നത് നല്ല രസമാണ്. അപ്പോൾ അത് ആ ഓർമ്മകളൊക്കെ കുറേ ഉണ്ട് ചേച്ചി. ഞാനവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ചായ ഒന്നും ഇട്ട് വന്നിട്ടില്ല. അത് ഇട്ട് വരാൻ തോന്നിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ല, അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ജോൺസേട്ടന് പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു നിരന്തര സന്ദർശകനല്ലെങ്കിലും ജോൺസേട്ടൻ്റെ മ്യൂസിക്കുമായിട്ട് നല്ല ഒരു കണക്ഷൻ. എന്താ പറഞ്ഞാൽ നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സംഗീതമൊക്കെ തന്നെയാണ് ചേച്ചി ഇപ്പോഴും. ശരത്തിനെ പാടിച്ച് ആദ്യം എന്ത് പേടിയായിരുന്നു. ഞാൻ ജോൺസേട്ട് പാടുമ്പോ പാടാ എന്ന്. അപ്പൊ ഞാൻ ജോൺസേട്ട് പേടിയാവുന്നു.
നീ പാട്, നീ ഞാൻ പറഞ്ഞ അന്നല്ല നീ പാടുന്നു, പിന്നെ എന്തിനാ പേടിക്കുന്നു, പാട്. അപ്പം ഞാനും കൊച്ചിൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ, ഞങ്ങൾ രണ്ടും കൂടെ പാടിയത്. അപ്പോൾ എനിക്കത് എത്രത്തോളം നന്നായിട്ട് പാടാൻ പറ്റും, പക്ഷേ രസമായിരുന്നു. ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പണ്ട് വളരെ ചെറുപ്പം. ഒന്ന് പാടിക്കേ. ചുമ്മാരുടെ അപ്പോഴേ പേടി. അവൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. എന്നാലും റാണിയേറ്റ് ഇവിടെ നിൽക്കും, ഏതെങ്കിലും ഒരു രണ്ടുപേര് ജോൺസൺ മാസ്റ്ററുടെ. അത് ഞാൻ പാടിത്തരാം. ആ, പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. പാറിപ്പറന്നു വന്നു. പാറിപ്പറന്നു വന്നു. സൂപ്പർ. എന്തൊരു കോമ്പോസിഷനാ. താങ്ക് യു ശരത് സർ. വാട്ട് എ കോമ്പോസിഷൻ. മാസ്റ്റർ വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ എനിക്ക് മാസ്റ്റർ ആസ് എ മ്യൂസിഷ്യൻ അത് ഒരു ഗ്രേറ്റ്നെസ്. ആസ് എ ഹ്യൂമൻ ബീയിങ് അത്രയും പ്യുവറായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. വളരെ ഫ്രാങ്കാണ്, ഔട്ട് സ്പോക്കൺ ആണ്. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ. ആൻഡ് റാണി ചേച്ചി സംസാരിച്ച് കേട്ടിട്ടില്ല, വളരെ കുറച്ചേ സംസാരിക്കുള്ളായിരുന്നു അന്ന് തന്നെ. ഷി വാസ് എ സ്പില്ലർ. റാണി ചേച്ചി വാസ് ജോൺസൺ മാസ്റ്റേഴ്സ് പില്ലർ ഓഫ് സ്ട്രെങ്ത്. അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഷാനിക്ക, ജോൺസൺ മാസ്റ്ററുടെ ഷാനിക്കയുടെ ഏതെങ്കിലും ഒത്തിരി ഉണ്ടാവും, എന്നാലും ഒരു ഫേവറേറ്റ് സോങ്? പവിഴം പോൽ. രാവിലെ പറഞ്ഞു. Yes. അത് എനിക്ക് ആ പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് പാട്ടും. എന്റെ പാട്ട് പോലും റാണി ചേച്ചി, റാണിയമ്മേ. എന്തോ എനിക്ക് ജോൺസൺ മാഷുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് പാട്ടുകളിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇതുവരെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഷാൻ്റെ കൂടെ ഞാൻ 1-2 തവണ വർക്ക് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ വെച്ച്. എനിക്ക് വേണ്ടി ഹിന്ദി പാട്ടുകളൊക്കെ ഷാൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പം ഷാൻ വഴിയുള്ള പരിചയമാണ് എനിക്ക് ഈ ഫാമിലിയോട്. ജോൺസൺ മാസ്റ്ററിൻ്റെ ഫേവറേറ്റ് സോങ് ഏതായിരുന്നു പുള്ളി കമ്പോസ് ചെയ്തല്ലോ? എൻ്റെ മൺവീണയിൽ എന്നുള്ള പാട്ട് ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആകാശമാകെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീജിത്തിനെ കൊണ്ട് രണ്ടുപേരും പഠിക്കാം. നമ്മുടെ എല്ലാരും കില്ലാടികളാന്ന് അറിയട്ടെ. അതെ, ഞങ്ങള് കൂടെ പിടിച്ചു തരാം. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോയി വരൂ. പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോയി വരൂ. പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ ലാ 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 ലാ. സബാഷ് സുഭാഷ്. റാണിയഞ്ചി വന്നപ്പോ ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ ഒരു സ്പെഷ്യൽ ഒരു സാധനമുണ്ട്. എന്താ റാണിയന്റെ അത്? ഗിറ്റാർ. ഗിറ്റാറ്. ജോൺസൺ മാസ്റ്ററുടെ പ്രസൻസ് തന്നെ നമ്മളുടെ ഫ്ലോറിൽ വരാൻ പോവാണ്. നമുക്ക് ഞാൻ അത് എടുത്തിട്ട് വരട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ജോൺസൺ മാസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗിറ്റാർ.
ഒരുപാട് പാട്ടുകളല്ലേ ഈ പിന്നെ. ഗിറ്റാർ കൊണ്ട് ഒത്തിരി പാട്ടുകൾ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് റാണി ആന്റി, ഇതും നമ്മളെ കൊണ്ടുവന്ന് ഒന്ന് കാണിച്ചു തന്നതില്. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് സന്തോഷം. പോകരുത്, നമ്മളുടെ കുട്ടികൾ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടാവും. ഇവിടെ നിന്ന് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിട്ടേ പോകാവൂ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ഒരു ആദരവ് നമ്മുടെ റാണി ആന്റിക്ക് കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങൾ 3 പേരും ഒന്ന് സ്റ്റേജിലേക്ക്. പിന്നെന്താ. പിന്നെ ഒരുപാട് സന്തോഷം സമയം കണ്ടെത്തി നമ്മളുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നതില്. എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു റാണി ആന്റി, താങ്ക് യു സോ മച്ച്.